കേവലം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനല്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന ഈരടികൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ദൂതന്മാർ പാടിയത് ഇന്നും മനുഷ്യന്റെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്നു. ജോസഫിന്റെയും മറിയയുടെയും മകനായി ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ ഭൂജാതനായി. രാജൻ പിറന്ന രാത്രി 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 രാജാതി രാജൻ പിറന്ന രാത്രി രാത്രി ഇനി കുരിശിന്റെ തോണിയേറി കണ്ണീർ കടലും കടന്ന് ജീവൻ തീരത്തേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ മനുഷ്യപിതാവ്. എന്നാൽ ജനം അവനെ കുറ്റം ചുമത്തി, ഇല്ലാത്ത അവനെ ചാട്ടവാറിനാൽ അടിയേൽപ്പിച്ചു. പടയാളികൾ കൊണ്ടുവന്നൊരു കിരീടം കിടഞ്ഞു അവന്റെ തലയിൽ നിന്നു ശൂദ്രവസ്ത്രവും ധരിപ്പിച്ചു. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു അവനെ കണ്ണം ധരിച്ചു. ഈ പീഡനങ്ങളൊക്കെയും ഏറ്റുവാൻ ലോകത്തിന്റെ പാപത്തെ സ്വന്തം ചുവരിലെത്തി ആ കാൽവരി കടക്കൂടിയനായ ക്രിസ്തു അവന്റെ കല്ലറയിലേക്ക് അവർ പരസ്പരം ചോദിച്ചു, ആര് നമുക്ക് വേണ്ടി ശവകുടീരത്തിലേക്ക് കല്ലുരുട്ടി മാറ്റും? എന്നാൽ അവർ നോക്കുമ്പോൾ അത്ഭുതം, കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെയും കണ്ണീർ വഴികളിൽ ഉദ്ധാന പ്രകാശം ചൊരിയാൻ, ഹൃദയമടച്ചു കളഞ്ഞ കല്ലുകൾ ഉരുട്ടി മാറ്റാൻ ഇതാ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്.
ലോകത്തിന്റെ പാപത്തെ സംസ്കരിക്കുന്നതിന്റെ സൂക്ഷിതനായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഒരു ജീവിതം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല അവന്റെ ദയ. എത്ര സുന്ദരമാണ് ഈ ജീവിതം. ഈ ജീവിത തീരങ്ങളിൽ സ്നേഹത്തോടെ ഉണർവോടെ ദൈവീക സ്തുതികളോടെ നമുക്ക് അവന്റെ കാണാൻ പിന്തുടരാം.